ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. 1978 ഈ ദൈവത്തിൻ്റെ വചനം എടുത്ത മൂലം ദൈവത്തിന് വേണ്ടി സത്യങ്ങളെ മനസ്സിലാക്കുവാനും അങ്ങനെ രക്ഷിക്കപ്പെടുവാനും വിശ്വാസം സ്വീകരിക്കാനൊക്കെയും എനിക്ക് ഇതിൽ ഭാഗ്യം ലഭിച്ചു. അതുകൂടാതെ 1989 ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അനുസരിച്ച് എനിക്ക് ദൈവം തന്നതായ പതിവായ ജോലിയൊക്കെ എൻ്റെ ആയിവെച്ച് പൂർണ്ണസമയ ശുശ്രൂഷയിലേക്കായിട്ട് ഇറങ്ങിത്തിരിപ്പാൻ തക്കണം ദൈവകർത്താവിനെ സഹായിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലം കടന്നുപോയിട്ട് ഈ ദൈവത്തിൻ്റെ മരത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ദൈവനാമം ഉയർത്തുവാനും ദൈവകർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ഈ ലണ്ടനിലും കടന്നു വന്ന് ഈ എൻ്റെ പുറകിൽ കാണുന്നതായ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം ഉയർത്തുവാനും ദൈവത്തെക്കുറിച്ച് പറയുവാനൊക്കെയും എൻ്റെ ജീവിതത്തിൽ ദൈവകർത്താവ് ഒരവസരം ഒരുക്കുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എൻ്റെ പുറകിൽ കാണുന്നത് തേംസ് നദിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ തേംസ് നദിയുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നതായ ലണ്ടൻ ടവർ ബ്രിഡ്ജ് പുറകിൽ കാണാൻ സാധിക്കും. ഈ തേംസ് നദിയുടെ ഇരുകരകളിലും ഉള്ളത് ലണ്ടൻ പട്ടണമാണ്. ഈ രണ്ട് നഗരങ്ങളെയുമാണ് ഈ ലണ്ടൻ ടവർ ബ്രിഡ്ജ് യോജിപ്പിക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്നതായ ഈ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ എൻ്റെ അടിയിൽ കൂടി ബോട്ടുകളും കപ്പലുകളൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ബോട്ടുകൾ പോകുമ്പോൾ ഈ പാലം പൊങ്ങുകയില്ല. എന്നാൽ ഈ പാലത്തിന് പ്രത്യേകതയുണ്ട്. വലിയ കപ്പലുകൾ പോകുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഭാഗത്തുള്ളായ ആ ബ്രിഡ്ജ് രണ്ട് ഭാഗങ്ങളായിട്ട് പൊങ്ങുകയും വേർതിരിച്ച് പൊങ്ങുകയും അതിൽ കൂടി നടുക്കുള്ളതായ ആ പോർഷനിൽ കൂടി കപ്പലുകൾ പോവുകയും ചെയ്യും. ആ സമയത്ത് അതിനുവേണ്ടി ഈ തേംസ് നദിയിലെ വെള്ളവും പൊങ്ങി ചെയ്യാറുണ്ട്. എന്നാൽ ഈ കപ്പലുകളെ പോയ ശേഷമായിട്ട് വീണ്ടും ഈ ഉയർന്നിരിക്കുന്നതായ ഈ ലണ്ടൻ ബ്രിഡ്ജ് താഴുകയും കുറിച്ചിലാകുകയും വീണ്ടും ആ ബ്രിഡ്ജിൽ കൂടി വാഹനങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യും. ഈ ലണ്ടൻ ബ്രിഡ്ജ് നമ്മളെ കാണിക്കുന്നതായ ഒരു കാര്യം ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ ലണ്ടൻ ബ്രിഡ്ജ് കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് ആ കാര്യമാണ്. പാപിയായ മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ ഏക മധ്യസ്ഥനാണ് യേശു ക്രിസ്തു. അതുപോലെ തന്നെ ഈ ലണ്ടൻ ബ്രിഡ്ജ് ഇതിൻ്റെ ഇരുകരയിലായിരിക്കുന്ന പട്ടണങ്ങളെ ബന്ധിപ്പിക്കും പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പാപിയായ മനുഷ്യനെ സ്വർഗവുമായിട്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്ന് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കപ്പലുകൾ പോകുമ്പോൾ ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ നടുക്ക് ഭാഗം രണ്ടായിട്ട് തിരിയിട്ട് അത് മുകളിലേക്ക് പൊങ്ങി ആ കപ്പലിന് ചാൻസ് കൊടുക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദൂരെ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഈ ലണ്ടൻ ബ്രിഡ്ജ് പൊങ്ങുമെന്ന് നമുക്ക് അറിയത്തില്ല. അതൊരു ഹിൻഡ്രൻസ് തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മളോരോരുത്തരും അന്നമോഹൻ എന്നുള്ള ടീച്ചർ എഴുതിയായ ലോകമാം ഗംഭീര വാരിതിൽ എന്നുള്ള പാട്ട് പോലെ തന്നെ നമ്മളോരോരുത്തരും ഈ ലോകമാകുന്ന സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്യുന്നവരാണ്. ഈ ലോകമാം ഗംഭീര വാരിൽ കൂടി നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലണ്ടൻ ബ്രിഡ്ജ് പോലായ പല പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെയും നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് നമുക്ക് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മൾ പകച്ചു നിൽക്കാതെ മുമ്പോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ലണ്ടൻ ബ്രിഡ്ജ് അടുത്ത് വരുന്ന കപ്പലിന് വേണ്ടി രണ്ടായിട്ട് തിരിഞ്ഞ് പൊങ്ങുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവകർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ദുർഘടങ്ങളെ മാറ്റി തന്ന് നമുക്ക് അനുകൂലമാക്കി തരികയും ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ആ ചെങ്കടല് രണ്ടായിട്ട് പിളർന്ന ശേഷമായിട്ട് അവർ അക്കരെ കടന്നപ്പോൾ വീണ്ടും ആ ചെങ്കടലെ പൂർവ്വ അവസ്ഥയിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ അക്കരെ കടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ പ്രതിബന്ധങ്ങളെ മറികടക്കുന്നതിനായിട്ട് ദൈവകർത്താവ് വീണ്ടും സഹായിക്കും. ഒരു ദിവസം നമ്മുടെ ആത്മീയത്തിലെ പ്രതിബന്ധങ്ങളെ കണ്ട് ഒരിക്കലും പിന്മാറിപ്പോവാതെ പകച്ചു നിൽക്കാതെ തീർച്ചയായിട്ടും ദൈവകർത്താവ് നമുക്ക് വേണ്ടി ഈ കപ്പലിന് വേണ്ടി ലണ്ടൻ ബ്രിഡ്ജ് ഉയർന്ന് പൊങ്ങുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടി വഴി തുറന്നു വന്ന്
ദൈവകർത്താവ് നമ്മെ വീണ്ടും മുൻപോട്ട് നയിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ പ്രത്യാശയോടും ജീവിക്കുന്നതിനായിട്ട് ദൈവകർത്താവ് നമ്മളെവരെയും സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയിലേക്ക് ചുരുക്കുന്നു. ദൈവകർത്താവ് നമ്മളെവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. താങ്ക് യു.